നിങ്ങൾ സമന്തയുടെ കമുകന്മാർ എന്ന് പറഞ്ഞ അതിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. ഞാൻ സമ്മറി വായിച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകം മുഴുവൻ വായിച്ചില്ല, പക്ഷെ സമ്മറി വായിച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ലാബ് ഗ്രൗണ്ട് മീറ്റിനെ കുറിച്ച് പറയേണ്ടത് തോന്നുന്നു റെഫറൻഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ 100K കോഡേഴ്സിന്റെ കാര്യങ്ങളിൽ ഫുഡ് ടെക്നോളജിനെ കുറിച്ച് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയും. അതിൽ ഒരുപാട് കോൺസ്പിറസി കാര്യങ്ങൾ ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ കാറ്റിൽ ഫാമിങ്ങിന് ഒരുപാട് എക്സ്പെൻസസ് ആണ്. എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ, പിന്നെ വാട്ടർ, പിന്നെ മീഥേൻ ഗ്യാസ്, അത് ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ ഒരുപാട് കാരണങ്ങൾ അതാവുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ മീറ്റ് വരുമ്പോ അത് ഞാൻ ആ ചാപ്റ്ററിനെ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അറിയോ, ആടിനെ കൊല്ലാതെ ആട്ടിറച്ചിന്നോ അങ്ങനെ എന്താണ് ഇതുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു വളരെ ഓപ്പൺ ചോദ്യമാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ ലാബ് ഗ്രൗണ്ട് മീറ്റ് കഴിക്കും? കാരണം അവരുടെ ബേസിക് പ്രിമൈസ് എന്താന്ന് വെച്ചാൽ ഒരു മൃഗത്തെ കൊന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരു സിനാരിയാണ്. അതായത് ഭാവി എക്സൈറ്റിംഗ് ആവും എന്ന് പറയുന്നതിന്റെ ഒരു രസമുള്ളതാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കോഴിയുടെ ലെഗ് പീസ് മാത്രമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി